വീണ്ടും സുധീഷുമായിട്ടുള്ള സംഭാഷണം ഇങ്ങനെ തുടരുകയാണ്. ഞാൻ സുധീഷ് തൃശ്ശൂർക്കാരനാണെന്ന് പറഞ്ഞു. അപ്പം സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഗുരുവായൂർ തന്നെയാണ് പഠിച്ചതൊക്കെ. അപ്പോൾ മെമ്മോറിയൽ സ്കൂളൊക്കെ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു പ്രിയപ്പെട്ട അധ്യാപകർ അപ്പോൾ? ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് അടി കിട്ടിയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. പഠിക്കുന്ന അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി ദിവാരം മാഷ് എന്ന് പറയുന്ന ആള് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അങ്ങനെ 4 ചൂരലൊക്കെ വെച്ചിട്ട് അടിച്ച ഓർമ്മകളൊക്കെ എനിക്ക്, കാരണം മുണ്ടാണ് മടക്കി കുത്തിക്കും. എന്നിട്ട് അപ്പോഴേ അറിഞ്ഞിട്ട് ടീച്ചർ വരെ പറയും, ക്ലാസ് ടീച്ചർമാരുണ്ടാവല്ലോ നിൽക്കുമ്പോൾ, മതി മാഷേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭയങ്കര. പക്ഷേ അന്നത്തെ ഇത് പറയുമ്പോഴാണ്, അന്നത്തെ സമയത്ത് ഇപ്പം ഒരു അധ്യാപകൻ നമ്മളെ തല്ലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ അച്ഛനമ്മയും വന്ന് അധ്യാപകനെ ചലഞ്ച് ചെയ്യൂല. ഈ കാലത്ത് ഇപ്പോഴാണെങ്കിൽ ഭയങ്കര പ്രശ്നമല്ലേ എൻ്റെ കുഞ്ഞ്. അതുകൊണ്ടൊക്കെ ഞങ്ങൾ കടന്നുകൂടിയത്. അതുകൊണ്ടല്ലോ പഠിക്കാനായിട്ട് കളിയും കാര്യങ്ങളൊക്കെ എല്ലാം പഠിപ്പിൽ പിന്നോക്കായിരുന്നല്ലോ. അപ്പോൾ എന്നാലും എന്താ പറയുക, കടന്നുകൂടി. പിന്നെ ബാഡ്മിൻ്റനൊക്കെ കേട്ടോ, ഗെയിംസൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്പ്. ബാഡ്മിൻ്റൻ താരമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. കൃഷിയൊന്നുമില്ലല്ലോ, ഇപ്പോഴല്ല കൃഷിയിലൊക്കെയാണ്. അപ്പം അന്ന് ഒത്തിരി ആൾക്കാർ നമുക്കുണ്ട്, നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. നല്ലൊരു ആ കാലം ഓർക്കാൻ മാത്രമുണ്ട്. സ്കൂളും കോളേജും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജ് എവിടെയൊക്കെ? തൃശ്ശൂർ തന്നെയായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സും ഇപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സൊക്കെ എങ്ങനെ ഈ മേഖലയ്ക്ക് എത്തി എന്നുള്ളത്. അവർക്കൊക്കെ ഭയങ്കര അതിശയമാണ്. അതെ, ഒട്ടും മണ്ണിലോട്ട് പോകാത്ത അല്ല, അങ്ങനെ സ്റ്റൈലായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ. ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ കളിച്ച് വൈകിട്ടൊക്കെ കളി കഴിഞ്ഞാൽ കുളിച്ച് എന്താ പറയുക മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിന് ചുറ്റും നടക്കൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് രാത്രി 10 മണിയാവും തിരിച്ചു വരുമ്പോൾ. അപ്പം അമ്മ പറയും, എന്തെങ്കിലും നേരത്തെ വരണം, അങ്ങനെ പറയാം. കാരണം അവൾ മൊത്തം കറക്കണം, വേറെ ഒന്നുമില്ല. അവിടെ ഇങ്ങനെ കോഫി ഹൗസിലും അവിടെ ഇരുന്ന് ഇങ്ങനെ നടക്കും. അമ്പലത്തിൻ്റെ ആംബിയൻസ് അറിയാലോ ഗുരുവായൂർ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോഴും ചോദിക്കും, അവർക്ക് അതിശയാ ഇങ്ങനെ എത്തി. അവർക്ക് പറയും, എന്നും പറയും ഭയങ്കര സന്തോഷം നിങ്ങളെ പോലെ ആൾക്കാർ. ഇവിടെ ഇപ്പം പഠിച്ച ആൾ ഇങ്ങനെ സ്കൂളിൽ എനിക്ക് ഒരു ആദരവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോഴും ഗിന്നസ് കിട്ടിയപ്പോഴും ഉണ്ടായിരുന്നു. അതായത് പഠിച്ചു വന്ന സമയങ്ങളിലൊന്നും ആരും പ്രതീക്ഷിക്കാത്ത ഒരു മേഖലയിലോട്ട് സുധീഷ് വളർന്നു. അത് നാട്ടുകാരായിരുന്നാലും വീട്ടുകാരായിരുന്നാലും എല്ലാവർക്കും ഭയങ്കര അതിശയാണ്. കണ്ടു നമ്മൾ അങ്ങനെ ആ രീതിയിൽ വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ള ആളതല്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എല്ലാ മീഡിയയിലും പറയാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൃഷി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആളല്ല. അപ്പോൾ കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാറ്. അല്ലെങ്കിൽ ചിലർ പറയാം, കൃഷിയൊക്കെ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ വന്നത്. പക്ഷെ അതിന് ആവശ്യമില്ല. നമുക്ക് കൃഷി മനസ്സിലോട്ട് താല്പര്യം ഉണ്ടായാൽ, എല്ലാവർക്കും മനസ്സുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇന്ന് സത്യം പറയല്ലേ, ഇപ്പോൾ പണ്ട് 2012 സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ആ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ വല്ലപ്പോഴും കാണുമ്പോൾ എന്നോട് പറയും, അത് നിങ്ങൾ അന്നും മുതൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ. കുറേ ആളുകൾക്ക് ഒരു വരുമാന മാർഗം കൂടി സ്റ്റാഫും ഒരു കമ്പനിയാക്കി കിട്ടല്ലോ. നമ്മൾ കൃഷി എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു മേഖലയാക്കി മാറ്റി. അത് എനിക്ക് കിട്ടിയ സത്യം പറഞ്ഞ ഭാഗ്യമാണ്. നമുക്ക് അതിലോട് കൃഷി കളയാതെ ആ ഒരു മേഖല. ശരിക്കും പറഞ്ഞാൽ അതായത് ചില ആൾക്കാർ ഇപ്പം എന്തെങ്കിലും നേടാൻ വേണ്ടി മാത്രം, അവാർഡ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മേഖലയുമായിട്ട് യാതൊരു ബന്ധവും കാണൂല. പക്ഷേ സുധീഷ് അങ്ങനെയല്ല. സുധീഷ് അത് ശരിക്കും താല്പര്യത്തോടെ തന്നെ അത് ആ പാഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും. അതിലോട്ട് പുതിയ പുതിയ ആൾക്കാരെ എത്തിക്കുന്നു. സത്യമാണ്. ഞാനത് മനസ്സിൽ എന്നോട് ഇപ്പോഴും ഞാൻ പറയല്ലേ, എത്ര മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ മലയാളം മനോരമയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ വെണ്ടയ്ക്ക വന്നപ്പോൾ അബൂബക്കർക്ക് ഇപ്പോൾ ഓർക്കാൻ കയറിളി, ഏഷ്യാനെറ്റ്, അങ്ങനെ ഒത്തിരി എല്ലാം മാതൃഭൂമി, ഐപ്പുകളൊക്കെ, അങ്ങനെ അവരൊക്കെ എൻ്റെ ഉയർച്ചയിൽ മാതൃഭൂമി, പ്രകാശം, അല്ല ഞാൻ പറയാം, ആരെയൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്താണ് ഇങ്ങനെ എത്തിയത്. അതെന്നും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ആ ഒരു കൃഷിക്കാരനായിക്കോട്ടെ എന്തായാലും അവർക്ക് പത്രമാധ്യമങ്ങൾ സപ്പോർട്ടില്ലാതെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തില്ല. പക്ഷെ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ പറയും, നിങ്ങൾ ആ മേഖല ഇപ്പോൾ വിട്ടിട്ടില്ലല്ലോ. അങ്ങനത്തെ വളരെ അപൂർവമെന്ന് പറയാറുണ്ട്. കറക്റ്റ്. എങ്ങനെയാണ് പുതിയതായിട്ട് ഇതിലേക്ക് വരാൻ പോകുന്നവർക്ക്, അതായത് ഇത് കാണുന്നവർക്ക്, ഇൻസ്പയർ ആകുന്നവർക്ക് കൃഷിയിലേക്ക് വരാൻ എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്? ഞാൻ അത് പറഞ്ഞില്ലേ, ഫസ്റ്റ് മനസ്സ് തന്നെയാണ്, അത് വേണമെന്ന് തന്നെ. പിന്നെ നമുക്ക് അറിവുകൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ മറ്റുള്ള പഴയ ആളുകളോട് ചോദിക്കാം, മനസ്സിലാക്കിയെടുക്കാം. കൃഷി വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഏറ്റവും വേണ്ടത് മനസ്സ് വേണം. മനസ്സിലാണ്ടൊന്നും നടക്കില്ല. കാരണം ഒരു ദിവസം ചാടി ഇറങ്ങി വിചാരിച്ച് പിറ്റേ ദിവസം റിസൾട്ട് കിട്ടില്ല. ഇല്ല, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ ഗ്രീൻ ലൈഫ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഇട്ടു. പക്ഷേ അതിലെ ഒരുപാട് ആളുകൾക്ക് ബിസിനസ്, നമ്മുടെ ഒരുപാട് ഇപ്പോൾ യൂസുഫലിയുടെ സാറിൻ്റെ മോളുടെ വീട്, ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടാനായിട്ട് അവർക്കൊക്കെ പച്ചക്കറി ഇടാനൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു എനിക്ക്. അത് എൻ്റെ ഒരു കഴിവ് മാത്രമല്ല,
അതെന്തോ ഒരു ദൈവാധീനവും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയതിൽ ഒഴുക്ക് കൂടെ ഒരു വെള്ളത്തിൽ കൂടെ ഒരു സാധാരണ ഒരു മരക്കഷ്ണം പോയി എങ്ങനെ ഓടുന്നു ഉണങ്ങി പോണ പോലെ ഞാൻ എവിടെയോ എത്തിയെന്ന് മാത്രം. അത്ര അതെനിക്ക് വിചാരിച്ച് പറ്റുന്നു. ചിലപ്പോൾ എല്ലാവരും വിചാരിച്ചാൽ നടക്കുന്നതല്ല, ഞാൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. അതൊരു നിമിത്തം അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതിന് ഹാർഡ് വർക്ക് എന്തെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എവിടെയിലേക്ക് എത്തും. അതെ, അതാണ് ഈ കർഷകന് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് കാരണം കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താ പോലെ കൃഷി വലിയ വിഷമമുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയൊന്നുമല്ല. പക്ഷേ മനസ്സ് വേണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ഞാൻ പറഞ്ഞല്ലോ നെൽകൃഷി എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നെൽകൃഷി എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുക, ചളി ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ അത് ഹാർഡ് വർക്കാണ് എനിക്ക് ഇഷ്ടം. അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. ഒരു പച്ചമുളക് ഉണ്ടാക്കി ഒരു തൈ ഉണ്ടായി വരുമ്പോൾ പെട്ടെന്ന് കീടങ്ങൾ വരാൻ സാധ്യത ഒരുപാടുണ്ട് അല്ലേ, അപ്പോൾ അത് ശരിയാവണമെന്നില്ല. അപ്പോൾ ആ കീടങ്ങൾ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു സംവിധാനം നമ്മൾ റെഡിയാക്കി വെക്കണം മനസ്സിൽ. എങ്ങനെയാണ് അതിനെ മരുന്നുണ്ടാക്കുക, എന്നാലല്ലേ. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് നനച്ച് വളം കൊടുത്ത് 2 മാസമൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് ഉണങ്ങിപ്പോൾ നിൽക്കുമ്പോൾ സ്വാഭാവിക മനസ്സ് തോന്നും, അയ്യോ കാര്യമില്ലല്ലോ. അങ്ങനെ മനസ്സിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെ കൂടി എല്ലാം റെഡിയാക്കി പഠിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കൃഷി ഭയങ്കര എളുപ്പമാണ്. കൃഷിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് ഞാൻ. അപ്പോൾ പിള്ളേർ ചിലപ്പോൾ കാണും, ഞാൻ ചിലപ്പോൾ കോട്ട് സൂട്ടിട്ട് പോകും, ചിലപ്പോൾ കൂളിംഗ് ക്ലാസ്സൊക്കെ വെച്ചിട്ടാണ് പോവുക. അപ്പോൾ അവർ ഒരു ഹൈടെക് കൃഷിക്കാരനെന്ന് പറയും, സാറ് അവിടെ വീഡിയോയിൽ കണ്ടത് സാധാരണ കയ്യിൽ മുണ്ടൊക്കെ എടുത്തിട്ടാണല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. എനിക്ക് കൃഷി ചെയ്യണ സമയത്ത് നമ്മൾ കൃഷിക്കാരനായിട്ടും കൃഷി കഴിഞ്ഞാൽ കൈ കുളിച്ച് നമ്മൾ ആ രീതി സ്റ്റൈലിലും പോകാം. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. എല്ലാവരും കാണണം, എനിക്ക് എല്ലാവരും എന്നോട് പറയാറുണ്ട് അങ്ങനെ. എനിക്കത് ഇഷ്ടവും അതാണ്. കൃഷിക്കാരനായിട്ട് ഒരു മുഷിനി വേഷത്തിൽ കൂടെ നടക്കാനായിട്ട് താല്പര്യമില്ല. പക്ഷെ അത് കൃഷി ചെയ്യുമ്പോൾ ആയിക്കോട്ടെ. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ പോകുമ്പോഴും നമ്മൾ കണ്ടിട്ട് ഷാജി കാണുമ്പോഴും അങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ ചിലർ പരിചയപ്പെടുത്തുമ്പോൾ ആളിവിടുത്തെ കൃഷിക്കാരനായിട്ട് സുധീഷ് എന്നെ നോക്കും, എന്നെ ആൾക്കാർ നോക്കും, എന്നെ നോക്കിയിട്ട് അതെയോ അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നടക്കാൻ പോയിരിക്കും. അപ്പോൾ ഞാൻ പറയും, കൃഷി ചെയ്തോ, ആ സമയത്ത് നമുക്ക് കൃഷിക്കാരനാവാം. കൃഷി കഴിഞ്ഞാൽ ഇപ്പോൾ കൃഷി മാറി നമ്മുടെ സ്റ്റൈലിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ നല്ല സ്റ്റൈലിൽ പോകുമ്പോൾ അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വേണം. ന്യൂ ജനറേഷനായിട്ടുള്ള കുട്ടികൾക്ക് കൃഷിയിലേക്ക് വരണമെങ്കിൽ എന്താ പറയുക, പണ്ടത്തെ ഒരു കാഴ്ചപ്പാടുള്ള ചിന്തിക്കുന്ന കൃഷിക്കാരൻ, എൻ്റെ അച്ഛനൊക്കെ കൃഷിക്കാരനായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവർ അങ്ങനത്തെ എനിക്ക് വേണ്ട കൃഷിക്കാരനായിട്ട്. അപ്പോൾ അത് ചിന്തിക്കല്ല. പക്ഷേ കൃഷിക്കാരനാണെങ്കിൽ പോലും നല്ല വേഷത്തോട് നടക്കുമ്പോൾ രണ്ടുമുണ്ട്. നമുക്ക് രണ്ട് രീതിയിലും നടക്കാൻ പറ്റും. അതാണ് കൃഷി. എല്ലാവർക്കും കൃഷിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഹൈടെക് കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, മണ്ണില്ലാത്ത കൃഷിയാണ്. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട്. ആക്ച്വലി നമ്മൾ വളരെ എന്താ പറയുക അധ്വാനമില്ലാത്തൊരു കൃഷിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞത്. മണ്ണ് വേണ്ട, അതിന് കൊടുക്കുന്ന ചെടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് മീഡിയാണ്. ഫോർ എക്സാമ്പിൾ പൈപ്പ് ഉണ്ടാവും, ആ പൈപ്പ് ഒരു NFT എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈപ്പിന് ഹോൾ വെച്ചിട്ടാണ് ചെടി നടുന്നത്. അപ്പോൾ ആ ചെടിക്ക് കിട്ടുന്ന വളം നമ്മൾ ടാങ്കിലാണ് കൊടുക്കുന്നത്. ഒരു ടാങ്കിൽ കൊടുക്കുമ്പോൾ ചെടിക്ക് വേണ്ട എന്തിനാ പോഷകം വേണം, പൊട്ടാഷ്യം വേണം, കാൽസ്യം വേണം, മഗ്നീഷ്യം വേണം, നൈട്രജൻ വേണം, ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ ന്യൂട്രീഷനായിട്ട് ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ടാങ്കിൽ നിന്ന് ആ പമ്പ് വഴിക്ക് ഇതിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ടാങ്കിലുള്ള വെള്ളത്തിലാണ് കൊടുക്കുന്നത്. വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ചെടികൾക്ക് വേണ്ട വളം കിട്ടുന്നു, ചെടി വളരുന്നു. അധ്വാനം വളരെ കുറവ്, മണ്ണ് വേണ്ട. അപ്പോൾ നമ്മൾ ഹോട്ടൽസ് ഇവിടെ ചെയ്യുന്നുണ്ട്, ജയ റിസോർട്ട് ഉണ്ട്, ഒരുപാട് ഹോട്ടൽസ്. അവർക്ക് വേണ്ട ലീഫി വെജിറ്റബിൾസും ഒക്കെ, തക്കാളി ആയിക്കോട്ടെ, എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതാ 2 തരത്തിലുള്ള കൃഷിയാണുള്ളത്. ഹൈടെക് കൃഷി ഉണ്ട്, പിന്നെ എന്താ പറയുക അക്വാപോണിക്സ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, എയറോപോണിക് ഉണ്ട്, വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ട്. കൃഷി എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഷാജി പറയുമ്പോൾ ഷാജിക്ക് ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടില്ല, വീട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. ആ സ്ഥലം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ഒരു പച്ചക്കറി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് ചിന്തിക്കും, ബാൽക്കണിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു അല്ലേ. അപ്പോൾ അങ്ങനത്തെ വെർട്ടിക്കൽ ഗാർഡനിങ് ഉണ്ട്. അപ്പോൾ നിലൊന്നും വേണമെന്നില്ല, ചമ്പര് മാത്രം മതി. അതൊരു ഏതായാലും അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള സാധ്യതകളായി. അതാണ് കൃഷി എന്ന് പറയുമ്പോൾ. നമ്മൾ ഇപ്പോൾ കുറേ വില്ലകൾ ഇവിടെ ദുബായിൽ പലയിടത്തും കാണുമ്പോൾ ചിലയിടത്തൊക്കെ ടൈലായിരിക്കും അല്ലേ. ടൈലുണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൃഷി ടൈലെടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ മനോഹരമായി ടൈലൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ മതിലുകൾ ഉണ്ടാവില്ലേ, ആ മതിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. 4 സ്ക്രൂവിൻ്റെ മുകളിൽ ഈ സാധനമൊക്കെ പിടിപ്പിച്ച് അവർക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വെർട്ടിക്കൽ ഗാർഡനിങ് എന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ കൃഷിക്കാരനാണ് വിപുലമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ്. പക്ഷേ എന്താ പറയുക, ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ സാധാരണ കുറച്ച് കൃഷി മാത്രം അറിഞ്ഞാൽ മാത്രം പോരാ. പക്ഷെ അതേ സ്ഥാനത്ത് വീട്ടിലേക്ക് നമ്മൾ സ്വന്തം കഴിക്കാൻ മാത്രമേ വേണ്ടോ, ഒരു ഫാമിലിക്ക് മാത്രമേ വേണ്ടോ വെച്ചാൽ ഇതുപോലെ തട്ടിമുട്ടി ചെറിയ രീതിയിൽ കൃഷി ചെയ്യാം. രണ്ട് രീതിയിലും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും വലിയൊരു ഞങ്ങൾ 21 സ്റ്റാഫുണ്ട്. ഞങ്ങൾ 21 സ്റ്റാഫ് എന്ന് വെച്ചാൽ അവർക്ക് നിന്ന് പോകണ്ടേ. സ്കൂളുകളുണ്ട്, വില്ലകളുണ്ട്, ബാൽക്കണീസ് ഉണ്ട്, ഒക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കോള് വന്നു കഴിഞ്ഞാൽ, ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം പോയി നോക്കും. ആ സ്ഥലമൊക്കെ നോക്കിയിട്ട് എന്താ പച്ചക്കറിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ന പച്ചക്കറി വേണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഞങ്ങളുടെയാണ്. അത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇതാണ്. അപ്പോൾ അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റാ മെറ്റീരിയൽസ് കൊണ്ടുവച്ച് എല്ലാം സെറ്റ് ചെയ്യും. പിന്നെ എല്ലാ ആഴ്ച പോയിട്ട് മെയിൻ്റനൻസ് ചെയ്യും. അവരൊന്നും അറിയണ്ട. അവരുടെ ആ ഒരു താല്പര്യത്തെ നമ്മൾ കറക്റ്റ്. ചില ആളുകളുണ്ട് 2 പേരും വർക്കിംഗ് ആയിരിക്കും, ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ വർക്കിംഗ്. അപ്പോൾ അവർക്ക് സമയം കിട്ടില്ല, നനയ്ക്കാൻ പോലും സമയം കിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്, വെള്ളം ഓട്ടോമാറ്റിക് വരുന്ന സിസ്റ്റം വെക്കും. പിന്നെ വളം ഞങ്ങൾ എല്ലാ ആഴ്ച പോയി കൊടുക്കും. അവർക്ക് പച്ചക്കറി എടുത്താൽ മാത്രം മതി. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞില്ല. കുടുംബം രാഗി, അവള് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ലാബ് ഇൻചാർജാണ്. മോൻ BSc അഗ്രികൾച്ചറാണ്. മോന് ഇതിനോട് താല്പര്യമുണ്ട്, അഗ്രികൾച്ചർ തന്നെ. അപ്പോൾ അവൻ പഞ്ചാബിലായിരുന്നു പഠിച്ചിരുന്നത്. BSc അഗ്രികൾച്ചർ കഴിഞ്ഞു, ഇപ്പം നമ്മുടെ കമ്പനി തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മോള് BCom വിത്ത് SSCA പഠിക്കുന്നു. അവൾ മാംഗ്ലൂർ പഠിക്കുന്നു, സെൻറ്റ് അലോഷ്യസിൽ പഠിക്കുന്നു. ശരി. ഇടയ്ക്ക് അവിടെയൊക്കെ പോയി അവിടെ പോകാറുണ്ട്, ഇടയ്ക്കിടെ പോകും. സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് പോകും. അവർക്ക് സന്തോഷം വേണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നുണ്ട്, ഈ ആഴ്ച വരും, മോള് വരും. ഓക്കെ, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ സുധീഷ് ഗുരുവായൂരിൻ്റെ വിശേഷങ്ങളാണ് ഇതുവരെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. വീണ്ടും നമുക്ക് കാണണം, വീണ്ടും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ. വീണ്ടും കർഷകൻ എന്ന രീതിയിൽ നമുക്കെല്ലാം അഭിമാനമാകട്ടെ. സത്യം, എനിക്ക് അവാർഡുകൾ എന്ന് പറയുമ്പോൾ ദൈവം സാധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്ന ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ദൈവം തന്നിട്ടുണ്ട്. കാരണം ഞാൻ എന്നും മക്കളോടും പലരോടും പറയാറുണ്ട്, എനിക്ക് ചിന്തിക്കാനായിട്ട് 10-70 വയസ്സ് 50 വയസ്സാകുമ്പോൾ ബാക്കിലോട്ട് ചിന്തിക്കാനുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയത്. അത് എന്താ പറയുക, അത് വലിയൊരു നമ്മളൊരു ഹാർഡ് വർക്കും ദൈവം കണ്ടറിഞ്ഞ് തന്നതായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരെ സന്തോഷം, എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തതിലും. എല്ലാം നന്നായി വരട്ടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച്.